ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പോഴത്തെയും പോലെ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന്. ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുള്ളത് വീടിനടുത്തുള്ള നസീറത്താത്തയുടെ കടയിൽ നിന്നാണ്. വീട്ടിൽ നിന്നിറങ്ങിയാൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ താത്തയുടെ കടയിലെത്താം. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ഞാനിപ്പം താത്തയുടെ കടയിൽ എത്തിയിട്ടോ. ഇപ്പം ഏകദേശം സമയം 12 മണി ആയിട്ടുണ്ടാകെ, അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ കടയിൽ. അത്യാവശ്യം ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും താത്തയുടെ കടയിൽ നിന്നും കിട്ടും. അരിയും പച്ചക്കറികളും പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസും ഒക്കെ ഞാനിവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. നസീറത്താത്തയുടെ കടയിലെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ എൻ്റെ മകൻ വീഡിയോയിൽ കാണിക്കില്ലേ എന്ന് പറഞ്ഞിട്ടേ ആള് മറിഞ്ഞിരിക്കുകയാണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഹൈപ്പും സബ്സ്ക്രൈബും ലൈക്കും ഒന്നും മറക്കണ്ട കേട്ടോ. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാലേ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അടുത്ത ആഴ്ച മുതലേ വീട്ടിൽ കുറച്ച് വർക്കുകളൊക്കെ നടത്താൻ പോകുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാളെ മരം മുറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവർക്ക് എന്തായാലും ഫുഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇന്ന് തന്നെ വാങ്ങി വെച്ചേക്കാമെന്ന്. ഞാൻ വീഡിയോ എടുക്കാൻ നിന്ന സമയം കൊണ്ടേ താത്ത എല്ലാ സാധനങ്ങളും ലിസ്റ്റ് നോക്കി എടുത്ത് വെക്കലും കഴിഞ്ഞു. അത്യാവശ്യം വേണ്ട ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കണത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഈ ഗ്രീൻ കളർ പേപ്പർ ഉണ്ടല്ലോ, അത് ഞാൻ മോൾക്ക് ക്രാഫ്റ്റ്സ് വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നതാണ്. ഞങ്ങളുടെ വീടിൻ്റെ താഴെ ഭാഗത്തേക്ക് നാടൻ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കടയിലെ നാടൻ പച്ചക്കറികളും ധാരാളം കിട്ടും. വിഷുവിനോടൊക്കെ അടുപ്പിച്ചിട്ടേ ധാരാളം കണിവെള്ളരി കൃഷിയും ഈ ഭാഗത്തൊക്കെ ഉണ്ട്. താത്തയ്ക്ക് കണക്ക് കൂട്ടി പൈസയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഞാൻ സാധനങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു. തിരിച്ചു പോരുന്ന വഴിക്ക് ഒരാളും കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് കേട്ടോ. ആളെ ഞാൻ കാണിച്ചു തരാമേ. ആദ്യം സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കട്ടെ. ഈ ആളിനെ ഞങ്ങളുടെ ചാനലിലെ ഷോർട്ട് വീഡിയോസിൽ മുമ്പ് എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് മറ്റാരുമല്ല, ഞങ്ങളുടെ ഡോങ്കനാണ്. ഇതാണ് കേട്ടോ ഡോങ്കൻ. ഇവിടെ വീട്ടിൽ ആര് റോഡിലിറങ്ങിയിട്ട് തിരിച്ചു പോരുന്ന കണ്ടാലും ഇവൻ ഞങ്ങളുടെ കൂടെ കൂടും. 2-3 വർഷമായിട്ടേ ഡോങ്കൻ ഞങ്ങളുടെ സ്ഥിരം ആളാണേ. മുൻപൊക്കെ വീട്ടിലെ ചെരുപ്പുകളെ നായ്ക്കൾ കടിച്ചു കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഡോങ്കൻ വരാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ആള് വീട്ടിലേക്ക് വരുന്ന തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വന്നപ്പം തന്നെ ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തു കേട്ടോ. ബിസ്ക്കറ്റ് കഴിച്ചാലൊന്നും അവൻ്റെ വിശപ്പ് മാറൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോറും കൊടുത്തു. ഇവൻ മാത്രമല്ല കേട്ടോ വരിക, ഇവൻ്റെ കൂടെ കുറേ ഫ്രണ്ട്സും ഉണ്ടാകാറുണ്ട്. ഇന്നിപ്പോൾ ഈ ഒരു ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കും ഇവൻ മാത്രമേ വന്നുള്ളൂ. ആളിതാ നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനും ചോറും തന്നെയാണ് കേട്ടോ ഇഷ്ടവിഭവം. ഇവിടെ മോനും മോൾക്കും വീട്ടിലെല്ലാവർക്കും വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഡോങ്കനെ. എത്ര ദൂരത്തു നിന്നാണേലും വണ്ടിയുടെ ഹോണടി കേട്ടാൽ അപ്പം ഇവൻ്റെ കൂടെ കൂടും. പിന്നെ ഒരു സ്നേഹപ്രകടനം ഉമ്മ വയ്ക്കലൊക്കെയാണ്. അപ്പം ഞാനിനി സാധനങ്ങളൊക്കെ അതാതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കട്ടെ. ഇനി കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. ഈ നായ്ക്കൾക്കൊക്കെ ബിസ്ക്കറ്റ് കൊടുക്കണത് നല്ലതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇടയ്ക്കൊക്കെ ഡോങ്കൻ വരുമ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് അവനത് വലിയ ഇഷ്ടമാണ്. ഞങ്ങളുടെ വീടിൻ്റെ റീഇന്നോവേഷൻ വർക്കുകളൊക്കെ ഘട്ടം ഘട്ടമായിട്ട് തുടങ്ങാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചാനലിൽ ഇടുന്നുണ്ടേ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.